Hi, how are you guys? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് 10 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ പഠിക്കാം. പൂർത്തിയാക്കാൻ എങ്ങനെ പഠിക്കാമെന്നാണ്, അല്ലാതെ എങ്ങനെ ഒരു ട്രിക്സ് ആണ്. ഒരു വീഡിയോ എഡിറ്ററിൽ എല്ലാ വീഡിയോ എഡിറ്ററിലും കാണുന്ന ചില ട്രിക്സ്. അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്താൽ എന്തായാലും ഉപകാരപ്പെടും. അതായത് ആ ട്രിക്ക് ഏതാന്ന് പറഞ്ഞാൽ നമ്മൾ കീബോർഡ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പം നിങ്ങൾ ഇന്നലെയാണ്, അല്ലാതെ ഇന്നാണ്, അല്ല നാളെ നിങ്ങൾ വീഡിയോ എഡിറ്റർ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാൻ പോവുകയാണ്, അല്ലാതെ ഇന്നലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു എങ്കിൽ അന്ന് ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരിക്കലും സ്പീഡ് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല അല്ലേ? ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ടിൽ പോവുക. ഇപ്പോൾ ഫിലിമോറയിലാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഫിലിമോറയിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടിൽ പോയിട്ട് ഇമ്പോർട്ട് ഫയൽ കൊടുത്തിട്ട് അവിടേക്ക് എത്തണം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് അതിൽ ഇതിൻ്റെ സൈഡിലായിട്ടുണ്ടാവും, ഇമ്പോർട്ട് ഫയലിൻ്റെ സൈഡിൽ കൺട്രോൾ ഐ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ കൺട്രോൾ ഐ അടിച്ച ഒറ്റ ക്ലിക്കിൽ നമ്മൾ ആ സ്ഥലത്ത്, മനസ്സിലായ? ഒറ്റ ക്ലിക്കിന് നമ്മളാണ് സ്ഥലത്തെത്തും. എന്നിട്ട് ആദ്യം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അടുത്ത് വേണമെങ്കിൽ വീണ്ടും കൺട്രോൾ ആയി ഡബിൾ ക്ലിക്ക് ഓപ്പൺ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കിൽ കാര്യം കഴിഞ്ഞു, ഒറ്റ സെക്കൻഡിൽ കാര്യം കഴിഞ്ഞു. നമ്മൾ 5 സെക്കൻഡ് എടുക്കുന്ന ഒറ്റ ക്ലിക്കിൽ കഴിഞ്ഞു. അപ്പം നമുക്ക് 4 സെക്കൻഡ് ലാഭം. പിന്നെ അങ്ങനെ ഭൂരിഭാഗം നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു എഡിറ്റിലൊക്കെ പോയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫയലിൽ പോയിട്ട് എഡിറ്റിൽ പോയിട്ട് നമ്മളൊരു സാധനം എടുക്കാൻ നമ്മൾ കുറേ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കീ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ പഠിച്ചോളൂ. നമ്മൾ ഈ കീ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഓരോന്ന് നോക്കി വെക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ആദ്യം കുറച്ച് സമയം എടുത്ത് ചെയ്യുക. പിന്നെ നിങ്ങൾ അതൊന്ന് പഠിച്ചാൽ പിന്നെ ഇങ്ങനെ അപ്പോൾ നമ്മൾ കീബോർഡിലായിട്ട് നല്ല കീബോർഡ് എക്സ്പേർട്ടായിട്ട് മാറും. പിന്നെ ഈ വീഡിയോ എഡിറ്ററിൽ മാത്രമല്ല കീബോർഡിൻ്റെ സംഗതികളില്ലത്. എങ്ങനെ? ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് കീബോർഡ് കൊണ്ട് പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതെന്ന് വിചാരിച്ചു. കമ്പ്യൂട്ടറിൽ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ അത് നമ്മൾ മിക്സ്ഡ് ലാംഗ്വേജിലാണ് എഴുതുന്നത്. അതായത് ഇംഗ്ലീഷും മലയാളവും മിക്സ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് അടിച്ചു, പിന്നെ ആ ലാംഗ്വേജ് മാറ്റാൻ വീണ്ടും മൗസ് എടുത്തിട്ട് പോയിട്ട് ലാംഗ്വേജ് മലയാളത്തിലേക്ക് മാറ്റുന്നതിന് പകരം നമ്മൾ വിൻഡോസ് കീ ഉണ്ടല്ലോ, വിൻഡോസ് കീയും സ്പേസ് ബാറും അമർത്തിയാൽ രണ്ടും ഒരുമിച്ച് അമർത്തിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലാംഗ്വേജ് ബാക്ക് മാറും. നമ്മൾ എത്ര ലാംഗ്വേജ് ഉണ്ടല്ലോ അത് ക്രമത്തിൽ അങ്ങനെ മാറി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് പിന്നെ ആദ്യം ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എളുപ്പ വഴികളിലൂടെ ചലിച്ചാൽ, അതായത് നമ്മൾ ആ കീബോർഡ് പഠിച്ചാൽ ഒന്നല്ല കുറേ ഉപകാരമുണ്ട്. നമ്മൾ കീബോർഡ് എക്സ്പേർട്ട് ആവും. വീഡിയോ എഡിറ്റർ വേഗത്തിൽ നടക്കും, വീഡിയോ എഡിറ്റിംഗ് വേഗത്തിൽ നടക്കും, വീഡിയോ എഡിറ്റർ വേഗത്തിൽ പഠിക്കാൻ പറ്റും. ജസ്റ്റ് സെക്കൻഡിൽ കാര്യം കഴിഞ്ഞു. ഞാനൊരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇന്നൊരു വീഡിയോ കാണുന്നത്